നല്ല പടമാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും വന്ന് കാണും. തിയേറ്ററിൽ വന്ന് തന്നെയാണ്. ധ്യാനിൻ്റെ ഒരു വെറൈറ്റി പെർഫോമൻസ് ആയിട്ടാണ് തോന്നി. സാധാരണ കണ്ടുവരുന്ന ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ, അതിൽ നിന്നൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. കുറച്ച് കൂടെ അപ്ഡേറ്റ് ആയതുപോലെ തോന്നി. നന്നായിട്ടുണ്ടായിരുന്നു. ത്രില്ലിംഗ് ആണ്. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലോട്ടൊക്കെ വരുമ്പം കുറച്ച് നന്നായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ഒരു ഓക്കെ പോയി. സെക്കൻഡ് ഹാഫിലോട്ട് എത്തുമ്പം കുറച്ച് സസ്പെൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. കോമഡി ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിലാണ് മെയിനായിട്ട് കോമഡി ഉള്ളത്. സെക്കൻഡ് ഹാഫിൽ വന്നപ്പോൾ അത്രയും ഇല്ലെങ്കിലും കുറച്ച് സസ്പെൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു. ഡിറ്റക്റ്റീവ് ജ്വലൻ അടിപൊളിയാണ്. ഇത് ധ്യാൻ ശ്രീനിവാസൻ 2.0 എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയാണ്. പക്ഷേ സിനിമ മൊത്തത്തിൽ ധ്യാനിൻ്റെ മാത്രമല്ല, ആ സിനിമയുടെ മൊത്തത്തിലുള്ള മേക്കിംഗ് തന്നെ ഗംഭീരമാണ്. അപ്പോൾ ഇതിന് വലിയൊരു ക്രെഡിറ്റ് പോകുന്ന ഇന്ദ്രനീൽ രാഹുൽ എന്ന് പറഞ്ഞ പുതിയ സംവിധായകർ, യുവ സംവിധായകർ, എഴുത്തുകാർ, അവരുടെ അരങ്ങേറ്റം അതിഗംഭീരമാണ്. അതായത് പ്ലാച്ചിക്ക പറയുന്ന ഒരു ഗ്രാമവും അവിടെ നടക്കുന്ന ഇൻസിഡൻസും അതിനെ ചുറ്റിപ്പറ്റിയാണ് സിനിമ വരുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ആ വേൾഡ് ബിൽഡിങ്ങിൽ അവർ വിജയിച്ചിട്ടുണ്ട്. നല്ല രസകരമായ ഓരോ കഥാപാത്രങ്ങളെയും അവരവരുടേതായ അവർക്കൊരു രൂപഭാവങ്ങളൊക്കെ കൊടുത്തിട്ട് ശരിക്കും നമ്മളെ വിശ്വസിക്കുന്ന രീതിയിൽ ഗംഭീരമായിട്ട് സിനിമയിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഓരോ കഥാപാത്രങ്ങൾക്കും വ്യത്യസ്തമായ ഒരു വ്യക്തിത്വവും കൊടുത്തിട്ട് ശരിക്കും നമുക്ക് ആ ഒരു ഗ്രാമത്തിലേക്ക് എൻ്റർ ചെയ്ത ഒരു ഫീല് തുടക്കത്തിൽ തന്നെ നമുക്ക് കിട്ടി. പിന്നെ ഈ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ നമുക്ക് എന്ന് കാണുമ്പോഴും ആ ഒരു രസകരമായിട്ടുള്ള ഒരു സംഭവം. ഇതിനകത്ത് വന്നിരിക്കുന്ന ഈ ഡിറ്റക്റ്റീവും ഈ സിജു വിൽസൻ്റെ പോലീസും തമ്മിലുള്ള ഒരു ഡ്യുവൽ, അവർ തമ്മിലുള്ള ഒരു പാരലൽ അന്വേഷണമുള്ള ആ ട്രാക്ക് കൂടെ വന്നപ്പോൾ ഇത് കുറച്ചുകൂടെ ഒരു എന്താ പറയുക, കഥ ശരിക്കും ഒരു ഗ്രിപ്പിങ്ങുമായി, കുറച്ചുകൂടി ഇൻട്രസ്റ്റിങ്ങുമായി. അതുപോലെ തന്നെ മ്യൂസിക് ചെയ്ത എല്ലാം കൊണ്ട്, അതായത് ഈ സിനിമയ്ക്ക് പുറകിൽ പഠിച്ച ക്രൂ ഒക്കെ അവരുടെ 100% കൊടുത്തത് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റി. അപ്പോൾ ഒരു അതിഗംഭീരം ഇങ്ങനെയുള്ള ഒരു ഫാൻറ്റസി നമ്മുടെ ജോണർ, ഒരു ഒറിജിൻ സ്റ്റോറി എന്ന് പറയാം. അതുപോലെ തന്നെ ഇത്തരം സിനിമകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഈ വില്ലൻ്റെ സ്റ്റോറി. ആ വില്ലൻ്റെ സൈഡ് കാണിച്ചത് കൂടുതൽ പറഞ്ഞാൽ സ്പോയിലർ ആകുമ്പോൾ ആ ഒരു നടൻ ചെയ്ത പെർഫോമൻസും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഒറിജിൻ സ്റ്റോറി കാണിച്ചതൊക്കെ അതിഗംഭീരമാണ്. നല്ല അൾട്ടിമേറ്റ് ലെവൽ മേക്കിംഗ് ആണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു മസ്റ്റ് വാച്ച് മൂവിയായിട്ട്